നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഈ മാസം എങ്ങനെയായിരിക്കും കണക്റ്റ് ചെയ്തു പോകുന്നതെന്നാണ്. കൂടാതെ നോ കോണ്ടാക്റ്റിലുള്ളവരോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലുള്ളവരോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് അവരിൽ നിന്നും ഉണ്ടാകുമോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് റിലേഷനാണെങ്കിലും ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് മനസ്സുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്തുകൊണ്ട് റീഡിങ്സിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. ആക്യുറേറ്റ് ആകുന്ന നല്ലൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ ശക്തവും പോസിറ്റീവും ആയ നല്ല ഒരു ഗൈഡൻസ്, എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം നിങ്ങൾക്കിനി വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ അഫർമേഷൻസ് എഴുതുക. 100% നിങ്ങൾ അഫർമേഷൻസ് എഴുതിക്കോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അത് ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, കരിയർ, എന്ത് റിലേഷനാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു വ്യക്തിയിൽ നിന്നും എനർജി ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രസൻസ് ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലായിരിക്കണം മുന്നോട്ടേക്ക് പോകേണ്ടത്, ആ ആഗ്രഹിക്കുന്ന കാര്യം കറൻ്റ്ലി നിങ്ങൾ എഴുതുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇത്രത്തോളം ദൃഢവും പോസിറ്റീവുമായിട്ട് കടന്നു പോകുന്നതിന്, ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നതിന്, എപ്പോഴും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നതിന്, ആ വ്യക്തിയുടെ കോണ്ടാക്റ്റ് എപ്പോഴും എന്നിലേക്ക് വരുന്നതിന് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ടൈം നൽകുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഫർമേഷൻസ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം മറക്കരുത്. നന്ദി എന്നതോടെ ചേർത്ത് തന്നെ നമ്മുടെ അഫർമേഷൻസ് എൻഡിങ് ചെയ്യാവുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും മാറ്റം വരും, 100% ഉറപ്പാണ്. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക കേട്ടോ. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ കറൻ്റ്ലി എന്താണ് സംഭവിക്കുന്നത്, ഇനി വരാൻ പോകുന്നത് എന്താണെന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ടും എനർജി കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് നെഗറ്റീവായിട്ട് നിൽക്കുന്നത്, തടസ്സമായിട്ട് നിൽക്കുന്നത് വ്യക്തികളാണോ, അതിൻ്റെ സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും, അത് അവസാനിക്കുന്നതാണോ, അതോ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ റീഡിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളും ആ ഒരു പേഴ്സണും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. അഭിപ്രായ ഭിന്നത വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ പ്രസൻസ് അവരിലേക്ക് കണക്റ്റ് ചെയ്യാത്ത വിധം ശക്തമാകുന്ന ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു. നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു പക്ഷേ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റഡ് ആണ്, ഹീലാകുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമാകുന്ന പ്രശ്നങ്ങൾ, ഒന്നിലധികം പ്രോബ്ലംസുകൾ നിങ്ങളുടെയും ഈ ഒരു വ്യക്തിയുടെയും എനർജി ബേസ് ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് ക്ലാരിറ്റി ഇല്ലായിരുന്ന ഒരവസ്ഥ കൂടി, അതായത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളൂടി ഒരു റിലേഷനിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളൊരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് അനുഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഈ ഒരു റിലേഷനിൽ അൺഹെൽത്തി സിറ്റുവേഷൻസുകൾ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരികയും ബ്ലോക്കേജുകൾ വരികയും പ്രശ്നങ്ങൾ വരികയും എത്ര സൗമ്യമായിട്ടും എത്ര ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും
വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സിറ്റുവേഷൻസുകളെയും നിങ്ങൾ ഫേസ് ചെയ്ത ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ റിലേഷനിലേക്ക് അവർ എഫോർട്ട് എടുക്കാൻ തയ്യാറാവാതെ, നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിന് അവർ വാല്യൂ നൽകാതെ പോയതായിട്ടുള്ളൊരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും എല്ലാ മാർഗങ്ങളും നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന, അതായത് ബ്ലോക്ക് ഇല്ലെങ്കിലും അവരൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന, അതായത് നിങ്ങൾ അവരിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം ശക്തമായിട്ട് പ്രതികരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസുകളും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന പാസ്റ്റ് എനർജിയാണ്. ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുകയും നിങ്ങളിൽ നിന്നും ബൗണ്ടറി ഇട്ട് നിങ്ങൾക്കൊരു രീതിയിലും അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നൽകാനോ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് സ്വാതന്ത്ര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ഫ്രീഡം എനർജിയോട് കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ നൽകാനോ ഒന്നും ഈ ഒരു പേഴ്സൺ തയ്യാറാവാതെ പോയിരിക്കുന്ന ഒരു എനർജി കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം കേട്ടോ. മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. വളരെയധികം ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ചേർന്നൊരു പേഴ്സൺ ആയിരിക്കാം. വന്ന അത്രയും സ്പീഡ്, അതായത് അവർ നിങ്ങളിലേക്ക് വന്ന് ചേർന്നപ്പോൾ നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റോ ആ ഒരു പ്രസൻസോ ഒന്നും അവർക്ക് ഇപ്പം കറൻറ്റിലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ പാസ്റ്റിലേക്ക് അവരെവിടെയാണോ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടേക്ക് മടങ്ങി പോകുന്ന, അല്ലെങ്കിൽ പോയിരിക്കുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എടുത്തുചാട്ടം പോലെ, അതായത് ഒന്നും നോക്കാണ്ട് നിങ്ങളുടെ റിലേഷനിലേക്ക് വന്നു എന്നുള്ള ഒരു ചിന്ത കൂടി അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു, ഒരു 2 പ്രാവശ്യം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു, എടുത്ത് ചാടണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ലൊരു റിലേഷനിൽ ഏർപ്പെട്ട സമയത്ത്, നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം കണക്ട് ചെയ്ത് പോയ സമയത്ത് ഫൂളിഷിങ് എനർജി, അതായത് മണ്ടത്തരങ്ങൾ ചെയ്തിരുന്നു, അതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ അവരിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കറൻറ്റിലി കാണാൻ സാധിക്കുന്നത് കേട്ടോ. വിശ്വാസക്കേടുകൾ ശരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചീറ്റിംഗ് പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച്, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് മെച്യൂരിറ്റി ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ റിലേഷനിൽ അവർ കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസും നമുക്ക് കഴിഞ്ഞു പോയ എനർജികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം ഈ ഒരു ബന്ധത്തെ ചേർത്ത് നിർത്താനും അത് നഷ്ടപ്പെടുത്താതെ, അതായത് അത് വിട്ടുകളയാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവിടെ ഒന്നും യാതൊരു രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റിയും അവർ നൽകാതെ, അവരുടേതാകുന്ന ഒരു എനർജിയും അവർ ബന്ധത്തിൽ നിർത്തിത്തരാതെ നിങ്ങളെ ശരിക്കും കബളിപ്പിച്ച സിറ്റുവേഷൻസും, നിങ്ങളെ ഫൂളിഷാക്കി കളഞ്ഞ സിറ്റുവേഷൻസുകളും, അവരുടെ ചില ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളുമായിട്ട് അവർ ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള എനർജി കൂടി നമുക്ക് ഈ ഒരു റീഡിങ്സ് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഈ ഒരു മാസം പലരുടെയും എനർജിയിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഡിസംബർ മാസത്തിൻ്റെയും ഏപ്രിൽ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷനിൽ കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു തിരിച്ചറിവിൻ്റെ, അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതിന് യാതൊരുവിധ സംശയിക്കേണ്ട കാര്യവുമില്ല. പ്രോബ്ലംസിന്, നിങ്ങൾക്കിടയിലുള്ള ഏത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ, അതിന് തീർച്ചയായിട്ടും സൊല്യൂഷൻ കണ്ടെത്താൻ ഈ ഒരു പേഴ്സൺ തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റാരുടെയൊക്കെ ഒരു അഡ്വൈസ്, ഇതത് റിലേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആണെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് ഈ ഒരു മാസം നിങ്ങൾക്കിടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു മധ്യസ്ഥത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി 2 വ്യക്തികളുടെ തെറ്റുകളും തിരുത്തി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ
മെയ് മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മാര്യേജ് എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വെയിറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ നൽകിയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിൻ്റെ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്ന തെറ്റുകൾ തിരുത്താനുള്ള ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണണം, അത് മറികടക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിലും നിങ്ങളിലും കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വിട്ടുവീഴ്ചകളുടെ ഒരു സമയമായിട്ടാണ് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 100% നിങ്ങൾക്കിടയിൽ റീയൂണിയൻ പ്രസൻസ് ഉണ്ട്. അതൊരു മധ്യസ്ഥതയുടെ ഫലമായിട്ടാവാം, അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നതിൻ്റെ, നിങ്ങളുടെ കാലം അനുകൂലമായി വരുന്നതിൻ്റെ ഫലമായിട്ടാവാം. ഒരു ഹാപ്പി, ഏറ്റവും നല്ലൊരു ഹെൽത്തി സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്കൊരു രാജകീയമാകുന്ന എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇംബാലൻസിങ് എനർജി, അതായത് ഇരയാക്കപ്പെട്ടു എന്നുള്ള ചില തോന്നലുകൾ, നിങ്ങളെ ശരിക്കും മിസ്യൂസിങ് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുകയോ നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർത്ത് കളയുകയോ നിങ്ങൾക്ക് യാതൊരു വാല്യൂ നൽകാതെ ഒരു പരിഹാസത്തോടു കൂടി നിങ്ങളുമായിട്ട് ബിഹേവ് ചെയ്ത വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതും ഇംബാലൻസിങ് എനർജിയിൽ നിന്നും കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം, അതായത് പാസ്റ്റിലെ കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തി തിരുത്തി മുന്നോട്ടേക്ക് വരണം എന്നുള്ളതും കാര്യങ്ങളെ നിസ്സാരമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങളുടെ വരുതിയിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നതായിട്ടുള്ളൊരു എനർജിയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു മാനസിക പിരിമുറുക്കമൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതായിട്ടും വളരെ റിലാക്സ് ആയിട്ട് ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് എവിടെയൊക്കെയായിരുന്നു മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നത് അതെല്ലാം തിരുത്തിയെടുത്ത് ബാലൻസിലാക്കി, അതായത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വെറും സിമ്പിളായിട്ട് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ചിലരുടെ റിലേഷൻ എനർജിയിലേക്ക് നോക്കുമ്പം ചില പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളുടെ ഇപ്പം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ജീവിതത്തിൽ ഒരു നിസ്സഹായതയിലാണ്, മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നവർക്ക് ഇമോഷണലി ചില പുതിയ സിറ്റുവേഷൻസുകൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിൽ പുതിയ ബന്ധം വരുന്നതായിട്ട്, പുതിയൊരു വ്യക്തിയുടെ എൻട്രി എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു പേഴ്സൺ തന്നെയാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്കൊരു മീറ്റപ്പ് എനർജി ഉണ്ടാവാൻ പോകുന്നതെന്ന് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നിലും കണക്റ്റഡ് ആവാൻ പറ്റില്ല, എൻ്റെ ലൈഫിൽ ഇനി ഒരു ബന്ധം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചൊരു സിംഗിൾ എനർജിയിൽ, എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റ് ചെയ്തിരുന്ന, നിങ്ങൾക്ക് അർഹതയുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം തന്നെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ കണക്ഷൻസുമായിരിക്കാം, ആ ഒരു എനർജിയുമായിരിക്കാം നിങ്ങളിലേക്ക് ഒരു ഇമോഷണൽ അപ്രോച്ച് എനർജി ആയിട്ട് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്കൊരു അത്ഭുതമാണ്. കാരണം കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങളോടൊപ്പം കണക്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു പ്രപ്പോസൽ എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും ഈ ഒരു മാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വെയിറ്റിംഗ് ചെയ്ത് നിരാശ, ഫെയിലിയർ എനർജി, മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞ, അതായത് ബന്ധത്തിൽ വെയിറ്റിംഗ് ചെയ്ത് നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്തും വളരെയധികം എന്താ പറയുക, വെയിറ്റിംഗ് ചെയ്ത് കാത്തിരുന്നിട്ട് നിങ്ങൾക്കതിൽ നിന്നും ഒന്നും തന്നെ പോസിറ്റീവായിട്ട് ലഭിക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞ, അതായത് മൂവ് ഓൺ ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം അവിടെ വീണ്ടും നിങ്ങൾക്കൊരു അവസരം അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. നിങ്ങൾ ആ ഒരു
സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ബന്ധത്തെ ബേസ് ചെയ്ത് വീണ്ടും നിങ്ങളിലേക്കൊരു റീയൂണിയൻ പ്രസൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അവസാനിച്ചു എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു, ബന്ധത്തെ ബേസ് ചെയ്തെന്നാണ് കാണുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനെല്ലാം മാറ്റം വന്ന് ഒരു പുതിയൊരു കോൺട്രാക്റ്റ് നിങ്ങൾ സൈൻ ചെയ്യുന്നു. അതായത് ഒന്നേന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു മാസം റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള എനർജി കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു സറണ്ടർ ചെയ്ത് നിൽക്കുന്നവരൊന്നും തന്നെ, അതായത് മൂവ് ഓൺ ചെയ്തിട്ടുമില്ല, എന്നാൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നിട്ട് കാര്യവുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ മറച്ച് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരുപാട് മോശം സിറ്റുവേഷൻസുകൾ, മോശം സംസാരങ്ങൾ, എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള, അതായത് നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാത്ത രീതിയിലൊക്കെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടർ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നുമൊക്കെ ഈ ഒരു മാസം മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ബൗണ്ടറിയൊക്കെ തീർത്ത് വെച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു രീതിയിലും കേൾക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ തയ്യാറാവാതിരുന്ന വ്യക്തികൾ ഇപ്പോൾ ആ ഒരു റിലേഷനിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു എഫോർട്ട് എടുക്കാൻ അവർ തയ്യാറായി മുന്നോട്ടേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗാർഡിയൻ എനർജിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ എന്ത് കാര്യങ്ങൾക്കും കോൺഫ്ലിക്റ്റ്, എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് നമുക്കിതിൽ നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഒരു അംഗീകരിക്കുന്നു അവരുടെ ആ ഒരു ഉത്തരവാദിത്തത്തെ, അവരുടെ പൊസിഷൻ, അവരെന്തായിരിക്കണമെന്നുള്ള ആ ഒരു എനർജിയെ അവർ അംഗീകരിക്കുന്നതായിട്ടും അത് നടപ്പിലാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു എനർജിയിലേക്ക് അവർ മാറാൻ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ് വരുന്നത് കർമ്മ ഹീലിങ്ങിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ. അവരുടെ സമയം ചേഞ്ചിങ് ആകുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അവർ ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയത് മനസ്സിലാക്കുകയും കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഒരു ഈഗോ എനർജിയിൽ നിന്നതും എല്ലാം അവർ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ്. ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു മാസം നിങ്ങളുടെ എനർജിയിൽ കോൺഫ്ലിക്റ്റുകളും വാക്കുതർക്കങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെല്ലാം പരിഹാരം കണ്ട് തന്നെ കടന്നു പോകാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ഏപ്രിൽ മാസം. നീണ്ടു വിചാരത്തോടു കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ കാണും. മൂവ് ഓൺ ചെയ്ത് ബന്ധങ്ങളിൽ നിന്നെല്ലാം പുറത്ത് കടന്ന വ്യക്തികൾ, അതായത് മൂവ് ഓൺ ചെയ്ത് റോങ് സിറ്റുവേഷൻസ് ആണ്, ഫെയിലിയർ ആണ്, ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു എനർജി ഓപ്പൺ ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു ന്യൂ ബിഗിനിങ് എനർജി, ഒരു ഫ്യൂച്ചറുള്ള ബന്ധങ്ങളാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്റ്റഡായി വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും, പറയേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാസമായിട്ട് തന്നെയാണ്. തെറ്റുകൾ തിരുത്തപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും അവഗണിച്ചിരുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കുറ്റബോധം ഉണ്ടാവുകയും നല്ല രീതിയിൽ കാര്യങ്ങളെ ബാലൻസിൽ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ്. ബ്ലോക്കൊക്കെ ചെയ്ത വ്യക്തികളെ അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊരുത്തക്കേടുകൾക്ക് മധ്യസ്ഥതയുടെ ഫലമായിട്ട് തന്നെ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കാര്യങ്ങളെ കണക്ട് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ചേഞ്ചിങ്ങിലേക്കാണ് നമ്മുടെ വിഷുഫലമായിട്ടുള്ള എനർജികൾ പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതുപോലെ കോണ്ടാക്റ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവരാഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് ഒരു ടെലിപ്പതി മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ശരിക്കും 24 അവേഴ്സും അവർ ഓർമ്മിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ അവരെ ശരിക്കും പിടിച്ചുലയ്ക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ചെറിയൊരു ഈഗോ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്.
പക്ഷേ അവർ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുന്നുണ്ട്. അതായത് ഈഗോയല്ല ലൈഫ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സമയം അനുകൂലമാകുന്നു. നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്റ്റ് വരും. അതായത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നവരും നോ കോണ്ടാക്റ്റ് എനർജിയിലൊക്കെ നിൽക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ച് നിങ്ങളോടുള്ളൊരു വിശേഷമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാവലിംഗ് പ്രസൻസ്, ഒരുമിച്ചുള്ള ഒരു യാത്രയുടെ യോഗമൊക്കെ ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുമിച്ചൊരു ട്രാവലിംഗ് പ്രസൻസ്, ഒരുപക്ഷെ അവർ ലീവിന് വരുന്നതോ നിങ്ങൾ പോകുന്നതോ അങ്ങനെയായ ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് കാണുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത്. പിന്നെ തിരിച്ചറിവാണ് കേട്ടോ. നിരാശയല്ല അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരെ സംബന്ധിച്ച് ശക്തമാകുന്ന ഒരു തിരിച്ചറിവിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഇല്യൂഷൻ എനർജി, ഒരു എന്താ പറയുക, മറ്റു കാര്യങ്ങളോടുള്ള അഡിക്ഷനൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ അവർ ഈ ഒരു മാസം പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഒരു സെൽഫ് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവരിലേക്ക് വരാൻ സാധിക്കുന്നത്. ശരിക്കും സമയം സ്പേസൊക്കെ അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. ഒരു ഇന്നർ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ.